തെറ്റായ വിവരങ്ങൾ വെച്ച് ഫോം 7 സമർപ്പിക്കുന്ന വ്യക്തികൾക്കെതിരെ പരിശോധന കൂടാതെ അനുമതി നൽകുന്ന BLOമാർക്കെതിരെയും ക്രിമിനൽ നടപടികൾ സ്വീകരിക്കും. തെറ്റായ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഒരാളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാൻ വേണ്ടിയിട്ട് ഫോം 7 വെച്ച് അപേക്ഷ കൊടുക്കുക. അത് കൃത്യമായി പരിശോധിക്കാതെ ഈ ആളെ അറിയിക്കാതെ ആളെ നോട്ടീസ് കൊടുക്കാതെ, ഇപ്പോൾ എൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ ഒരാൾ തെറ്റായ വിവരങ്ങൾ വെച്ച് ഫോം 7 നോട്ടീസ് കൊടുത്ത് എൻ്റെ പേര് റിമൂവ് ചെയ്യാണ്, ഞാൻ അറിയുന്നില്ല. പ്രോപ്പറായിട്ടുള്ള പരിശോധന BLOമാർ നടത്തുന്നില്ല. വ്യാപകമായി ഇത് സംസ്ഥാനത്തുടനീളം നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മലബാറിലെ ജില്ലകളിൽ ഇത് വളരെ കൂടുതലാണ്. തുറന്നു പറയാമല്ലോ, മലബാറിലെ ജില്ലകളിൽ ഇത് വളരെ കൂടുതലാണ് എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഫോം 7 വെച്ചിട്ട് വോട്ടർ പട്ടികയിലുള്ള പേരുകൾ റിമൂവ് ചെയ്യുക, അത് പരിശോധന കൂടാതെ ആളെ അറിയിക്കാതെ പേര് മാറ്റുക, അത് ചെയ്യണം. പിന്നെ SIR പൗരത്വ പരിശോധന കൂടി ആയതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കുറേ കൂടി ഉത്തരവാദിത്തത്തോടുകൂടി ഇക്കാര്യത്തിൽ ഇടപെടണം. രാഷ്ട്രീയ വൈരാഗ്യം മൂലം എതിർ പാർട്ടി പ്രവർത്തകരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാൻ ഫോം 7 ദുരുപയോഗം ചെയ്യരുത് എന്നുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പുതിയതായി വോട്ട് ചേർക്കുന്നവർക്ക് ഫോം 6ഉം ഫോം 6A വോട്ട് നീക്കം ചെയ്യപ്പെടുന്നവർ ഫോം 7 ഫോമിലെ തിരുത്തലുകൾ ഫോം 8 ഇത് ബൂത്ത് അടിസ്ഥാനത്തിലുള്ള പട്ടിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭ്യമാക്കുകയും ചെയ്യണം. അടിയന്തിരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യത്തിൽ ഇടപെടണം. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച പരാതി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അടിയന്തിരമായി ഇടപെടണം. അതുപോലെ ഇന്ത്യക്ക് പുറത്ത് ജനിച്ച പൗരന്മാരായ പ്രവാസികൾക്ക് ഫോം 6A സമർപ്പിക്കുമ്പോൾ ജനനസ്ഥലം ചേർക്കാനുള്ള ഓപ്ഷൻ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടില്ല. ലക്ഷക്കണക്കിന് പ്രവാസികളെ ബാധിക്കുന്ന ഈ വിഷയത്തിന് അടിയന്തര സ്വഭാവത്തിൽ നടപടി ഉണ്ടാകണം. അവർക്ക് സമയം നീട്ടിക്കൊടുക്കുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പ്രത്യേകമായി SIRമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എൻ്റെ കോപ്പി കൂടി തരാം തീർച്ചയായിട്ടും നിങ്ങൾക്ക്. ഞങ്ങൾ നിരന്തരമായി പരാതി കൊടുക്കുകയും ഇലക്ഷൻ കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവർ ഇടപെടാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ഇത് പുതിയതായിട്ട് വന്നതാണ് ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി, അക്ഷരത്തെറ്റ്, പെശകെന്ന് പറഞ്ഞിട്ട്. ആരുടെ കുറ്റമാണ്? 18 ലക്ഷത്തോളം പേര് അതിൻ്റെ പേരിൽ ഇല്ല. ചെറിയ കാര്യങ്ങൾ, ചെറിയ ഇനീഷ്യൽ വ്യത്യാസം എന്ന് പറയും. 18 ലക്ഷം പേര് വോട്ടർ പട്ടികയിലില്ല. ഇനി അവരെ ചേർക്കണമെങ്കിൽ അവർക്ക് ഹിയറിംഗ് നോട്ടീസ് കൊടുക്കണം. സമയം ഉണ്ടാവില്ല, അതാ പ്രശ്നം. അതൊക്കെ ഞങ്ങൾ അവർ മീറ്റിംഗ് കൂടിയ സ്ഥലത്ത് ഞങ്ങളെല്ലാം ഞങ്ങളുടെ പ്രതിനിധികൾ പോയി കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതല്ല. എല്ലാ ആഴ്ചയും നമ്മൾ എല്ലാത്തിലും ഇടപെടുന്നതാണ്. ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും. ജില്ലാ തലത്തിൽ കളക്ടർമാരുടെ അടുത്ത്, സംസ്ഥാന തലത്തിൽ തീരുമാനം എടുത്താൽ അത് നടപ്പാക്കാതെ വരുമ്പോൾ അല്ല, അത് തെറ്റാണ്. അത് തെറ്റാണ്. ഞങ്ങൾ അതായത് ഇലക്ഷൻ കമ്മീഷനല്ലല്ലോ അവരൊക്കെ പരാതി കൊടുക്കണത്. അവിടുത്തെ ഇലക്ടറൽ ഓഫീസർ ജില്ലാ കളക്ടറല്ലേ. ജില്ലാ കളക്ടർക്കാണ് ആളുകൾ അവിടെ ഓരോ ജില്ലയിലും BLAമാർക്ക് എന്തെങ്കിലും പരാതി വന്നാൽ അവർ കൊടുക്കുന്നത്. ഇപ്പം ഞങ്ങൾ എറണാകുളം കളക്ടർ ഉൾപ്പെടെയുള്ള വിവിധ കളക്ടർമാരുടെ അടുത്ത് ശ്രദ്ധയപ്പെടുത്തും അവർ. ഇവിടെ തീരുമാനമാണ് എടുക്കേണ്ടത്. ഇവിടെ തീരുമാനം എടുക്കണം. ഇപ്പോൾ ഇത്ര 2 പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ ഈ പറഞ്ഞതിലുള്ളത്. ഒന്ന്, ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നിന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്, പക്ഷെ അത് നടപ്പാകുന്നില്ല. BLOമാർ അത് കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ചെറിയ വ്യത്യാസത്തിൻ്റെ പേരിൽ ഇനീഷ്യൽ തെറ്റിപ്പോയതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകും. നമ്മളത് പിന്നെ ഈ ഫോം 7 മിസ്യൂസ് ചെയ്യുക. ഫോം 7 അല്ല, അതുണ്ട്, അവിടെ ഉണ്ട്. വ്യാപകമായിട്ട് ആളുകൾ ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട് കളയാൻ വേണ്ടിയിട്ട്. അത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പരമാവധി കാര്യങ്ങൾ അവർ ഇന്നിപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. റെഗുലറായിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായിട്ട് ഇലക്ഷൻ കമ്മീഷൻ സംസാരിക്കണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടും. ഇത് രേഖാമൂലം കൊടുക്കുന്നുണ്ട് പാർട്ടികളുടെ പേരിൽ. ഞാൻ